അദ്ദേഹം അന്തരിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ ഒരു രചന പൂർത്തിയാക്കിയത്. ഈ ഒരു ചിലപ്പതികാരം പറയുന്ന ഈ ഒരു രചന പൂർത്തിയാക്കിയത് അദ്ദേഹം അന്തരിക്കുന്നതിന് തൊട്ടു മുമ്പാണ്. അതുപോലെ തന്നെ ഇതിലത്തെ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് കണ്ണകിയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഇതിലത്തെ പ്രധാന കഥാപാത്രങ്ങൾ കണ്ണകി, കോവലൻ, അതുപോലെ തന്നെ മാധവി. അപ്പൊ ഈ കണ്ണകി എന്ന് പറയുന്ന ഒരു ധർമ്മപത്നിയാണ്. ആ ഒരു കണ്ണകിയെ വരച്ചാട്ടിക്കൊണ്ടാണ് ഈ ഒരു കാവ്യം മുഴുവനുള്ളത്, ചിലപ്പതികാരം വന്നിട്ടുള്ള ഈ ഒരു കാവ്യം. അപ്പം കണ്ണകിയിലൂടെ തന്നെയാണ് കഥ ആരംഭിക്കുന്നതും. കഥാനായികയായ കണ്ണകിയുടെ യൗവനവും പിന്നെ അവൾ വളർന്നു വന്നവളുടെ ഈ ഒരു സൗന്ദര്യത്തിനൊക്കെ ഈ നാട്ടുകാരൊക്കെ ഇങ്ങനെ വാഴ്ത്തിപ്പാടുകയാണ്. അപ്പൊ ഇങ്ങനെ ഈ നാട്ടുകാരെല്ലാം വാഴ്ത്തിപ്പാടുന്ന അതേസമയം നമ്മളെ കഥാനായകനായ കോവലൻ, അദ്ദേഹം ഇങ്ങനെ വളർന്ന് വലുതായി പിന്നെ ഒരു ധീരനായ ഒരു യോദ്ധാവായി മാറുന്നു. അതോടൊപ്പം നമ്മുടെ ഈ കഥാനായകൻ കോവലൻ കലയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അങ്ങനെ ഇവർ ഈ കൂട്ടുകാർ തമ്മിൽ ഇവര് ഭയങ്കര പൊരുത്താന്നെല്ലാം പറയുന്നത്. അതായത് കണ്ണകിയും കോവലും തമ്മിലൊരു നല്ലൊരു മാച്ച് ഉണ്ട് എന്നെല്ലാവരും പറയുന്നത്. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും കൂട്ടുകാർ വഴി പരസ്പരം കണ്ടുമുട്ടുന്നു, കണ്ണകിയും കോവലനും. അങ്ങനെ ആദ്യ കാഴ്ചയിൽ തന്നെ ഇവർക്കിടയിൽ ഒരു പ്രണയം ഉണ്ടാകുന്നു. അങ്ങനെ ഇവരുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് ഇവരുടെ മാതാപിതാക്കള് രണ്ടുപേരുടെയും വിവാഹം നടത്തുന്നു. അങ്ങനെ ഇവരുടെ വിവാഹം നടന്നിട്ട് നല്ലൊരു ദാമ്പത്യ ജീവിതം തന്നെ രണ്ടുപേരും കൊണ്ടിട്ട് പോകുന്നു. അപ്പം ഇവരുടെ ഈ ദാമ്പത്യ ജീവിതം പെട്ടെന്ന് തകർന്നു. മാധവി എന്നൊരു കഥാപാത്രത്തിലൂടെ ഇവരുടെ ഈ ഒരു ജീവിതബന്ധം മീൻസ് ഈ ഒരു ദാമ്പത്യ ബന്ധം തകർന്നു പോകുന്നു. ഈ മാധവി വിചാരിച്ചാൽ വളരെ നന്നായി നൃത്തം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് നൃത്തം. നമ്മുടെ കഥാനായകൻ എന്ന് പറയുന്ന കോവലനും കലയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോ കോവലന് മാധവിയോട് ഈ ഒരു നൃത്തത്തിൽ വളരെയധികം ആകർഷിതനാവുകയും പിന്നീട് കണ്ണകിയെ മറന്നുകൊണ്ട് സദാസമയവും മാധവി കൂടെ ചെലവഴിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇവർക്കിടയിൽ മണിമേഖല പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടാകുന്നു. തുടർന്ന് അപ്പോഴും നമ്മുടെ ഈ കഥാപാത്രമായ കണ്ണകി കോവലിനെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു പതിവ്രതയെ പോലെ സദാ തന്റെ സ്വാമിയെ ഇങ്ങനെ ഭജിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ധർമ്മപത്നിയെ പോലെയാണ് നമ്മളവിടെ ഇപ്പോഴും കോവലിന് വേണ്ടി കാത്തിക്കുകയാണ്. അപ്പോ പിന്നെ ഇവരുടെ സമ്പത്തൊക്കെ എല്ലാം ഇങ്ങനെ ശോഷിച്ചു പോകുന്ന സമയത്ത് വീണ്ടും കോവലൻ തന്റെ തെറ്റൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കണ്ണകിയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നു. അപ്പോഴും കണ്ണകി തന്റെ ഭർത്താവ് തന്നെ വിട്ട് പോയതിലോ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ തനിച്ചാക്കി വളരെയധികം ദാരിദ്ര്യപൂർണമായ ജീവിതത്തിൽ ഇങ്ങനെ ആക്കിയതിലോ അവർക്ക് ഒരു പരിഭവം ഉണ്ടായിരുന്നില്ല. അവൾ തന്റെ ഭർത്താവിനെ അപ്പോഴും സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. അപ്പൊ അങ്ങനെ കാത്തു നിന്നിട്ട് അവര് സ്വീകരിക്കുന്നു. അങ്ങനെ ഇവർക്ക് പണമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് മധുരാദേശത്തിലേക്ക് പോകുന്നു. അങ്ങനെ ഈ മധുരാദേശത്തില് ഇവർക്ക് ഇപ്പം കയ്യിൽ അങ്ങനെ പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് കണ്ണകീന്റെ ആ ഒരു ചിലമ്പ്, അതാണ് ചിലപ്പതികാരം. ഈ ഒരു ചിലമ്പ് വിറ്റിട്ട് അതിലുണ്ടാവുന്ന പൈസനെ കൊണ്ട് അവിടുന്ന് നമുക്ക് ഇപ്പം പോയതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഒരു ഇതിലായിരുന്നു അവർ രണ്ടുപേരും മധുരയിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ പാണ്ഡു രാജാവിന്റെ ഭാര്യയായ പാണ്ഡു രാജ്ഞി, അവരുടെ ചിലമ്പും ആ ഒരു സമയത്താണ് ചിലമ്പ് ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടായത്. ഈ കണ്ണകിയുടെ ചിലമ്പും അതുപോലെ തന്നെ ഈ പാണ്ഡുരാജ്ഞിയുടെ ചിലമ്പും സാമ്യത്തിൽ ഒരുപോലെയാണ്. അപ്പോ കോവലൻ ഈ ഒരു ചിലമ്പ് അവിടെ വിൽക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആദ്യം തന്നെ ഭടന്മാരെല്ലാം വിചാരിച്ചത് കോവലനാണ് ഈ ഒരു ചിലമ്പ് മോഷ്ടിച്ചത് എന്നാണ്. അപ്പോ ഇവനെ പിടിച്ചിട്ട് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ രാജകൊട്ടാരത്തിൽ വെച്ചിട്ട് ഇവന് വധശിക്ഷ നൽകുന്നു. അങ്ങനെ ഇവന്റെ അന്ത്യം അവിടെ സംഭവിക്കുകയും ചെയ്യുന്നു. ഇതറിഞ്ഞ കണ്ണകി വളരെയധികം കുപിതയാവുകയും വളരെയധികം തന്റെ പ്രാണനാഥനെ എല്ലാവരും ചേർന്ന് വധിച്ചു ചെയ്യാത്തൊരു കുറ്റത്തിന് തന്റെ ഭർത്താവിന് വധശിക്ഷ നൽകിയതായിട്ട് അവൾ അവിടത്തേക്ക് വരുന്നു. അങ്ങനെ തന്റെ ഭർത്താവിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അവൾ അവിടത്തേക്ക് വന്നിട്ട് രാജ്ഞിയോട് ചോദിക്കുന്നു, താങ്കളുടെ ചിലമ്പിൽ എന്താണ് ഉള്ളതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവിടുത്തെ മഹാരാജ്ഞി പറയുന്നു, എന്റെ കാലിന് ചിലമ്പിൽ അങ്ങിട്ടുള്ള ആ ഒരു ചിലമ്പിന്റെ അകത്തുള്ളത് മുത്തുകളാണെന്ന് പറയുന്നു. അപ്പോൾ കണ്ണകി പറയുന്നു, എന്റെ ചിലമ്പിന്റെ അകത്തുള്ളത് രത്നക്കല്ലുകളാണെന്ന് പറയുന്നു. അങ്ങനെ തന്റെ ഭർത്താവിന്റെ സത്യാവസ്ഥ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവൾ ആ ചിലമ്പെടുത്തിട്ട് തറയിലിട്ട് ഉടയ്ക്കുന്നു. അപ്പോൾ അതിൽ നിന്നും രത്നക്കല്ലുകളാണ് ഉള്ളത്, മറിച്ച് മുത്തുകളല്ല. അപ്പം ഒരു നിരപരാധിയെ വധിച്ചു എന്ന് ഓർത്തിട്ട് ആദ്യ സമയം തന്നെ രാജാവ് അവിടെ മരിച്ചു വീഴുന്നു. ഇത് കണ്ട് വിരഹിയായ രാജ്ഞിയും ആ സമയത്ത് തന്നെ മരിച്ചു വീഴുന്നു. അങ്ങനെ എന്നിട്ടും അവളുടെ ആ ഒരു ദേഷ്യം നിൽക്കാതെ വളരെയധികം പൊട്ടിത്തെറിച്ച കണ്ണകി അവളുടെ ഒരു മുല ആ ഒരു ദേശത്തേക്ക് വിളിച്ചെറിഞ്ഞ് മധുരാദേശത്തേക്ക് വിളിച്ചെറിഞ്ഞിട്ട് ആ ഒരു രാജ്യം മൊത്തത്തിൽ കത്തിച്ചമ്പലാൻ വേണ്ടിട്ട് അവൾ ശപിക്കുന്നു. അവളുടെ ഒരു പതിവ്രത എന്ന ഒരു ഇതില്ലത് കൊണ്ട് അവളുടെ ആ ശാപം പൂർത്തിയാക്കുന്നു. അങ്ങനെ കത്തിച്ചാമ്പലായിട്ട് ആ ഒരു ദേശം മുഴുവൻ ഒരുപാട് ആൾക്കാർ ആ കത്തിച്ചാമ്പലായിട്ട് മരിക്കുന്നു. അങ്ങനെ അവിടുത്തെ ആ ദേശത്തിന്റെ രാജ്ഞിയായ ആ ഒരു ദേവത പറയുന്നു, നീ അടങ്ങ്. അങ്ങനെ അവൾക്ക് സംഭവിച്ച ആ ഒരു നഷ്ടത്തെ അവർ വീണ്ടും തിരിച്ചു കൊടുക്കുന്നു. 14 ദിവസം കഴിഞ്ഞാൽ എനിക്ക് തന്റെ ഭർത്താവിന്റെ കൂടെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് പറയുന്നു. അങ്ങനെ ഒരു പ്രാന്തിയെ പോലെ മലമുകളിൽ ഇരുന്നിട്ട് അവൾ തപസ് ചെയ്യുന്നു. അങ്ങനെ തപസ് ചെയ്തിട്ട് 14-ാം ദിവസം
വൈഗാ നദിയിലൂടെ അവൾ സ്വർഗത്തിലേക്ക് പോകുന്നു. അങ്ങനെ സ്വർഗത്തിൽ വെച്ച് കോവലനും അതുപോലെ തന്നെ കണ്ണകിയും വീണ്ടും ഒത്തുചേരുന്നു. അപ്പം ഇതാണ് കഥ. ഇതൊരുവിധം എല്ലാവർക്കും അറിയുന്ന കഥ തന്നെയാണ്. അപ്പം ഞാനിത് സെലക്ട് ചെയ്തേ ഉള്ളൂ. അപ്പം ഇതിലൊട്ടിയതെല്ലാവരും ഈ ഒരു കഥ വായിച്ചിട്ടുണ്ടോ?